കശുവണ്ടി തൊഴിലാളിയായ എന്നെ തിരിച്ചെടുക്കുക. കശുവണ്ടി മുതലാളി നീതി പാലിക്കുക. അയ്യോ അയ്യോ, ഒരു പട്ടിയെ പോലെ കിടന്ന് അലച്ചിട്ട് ഒരൊറ്റൊരെണ്ണം മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. എഴുതി വെച്ചിരിക്കുന്ന നോക്ക്, നിരാഹാര സത്യാഗ്രഹമെന്ന്. ഇത് കണ്ട് വീട്ടിലെ ഊണെന്ന് പറഞ്ഞ ആരും വരാതിരുന്നാ കൊള്ള. ആ ഓമനക്കള്ളി ഒറ്റ എഴുത്തിയാണല്ലോ ഇന്ന് എനിക്ക് ഗതി വന്നത്. അവൾ ഇപ്പം വരാന്ന് പറഞ്ഞ് പോയതാണല്ലോ. ആ വരുന്നു. പട്ടിണി കിടക്കുന്ന എന്റെ മുന്നിൽ വന്ന് ഏത്തപ്പഴം വാങ്ങിച്ച് തിന്നാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? വൃത്തിയോട് പറയരുത്, ഞാൻ ഏത്തപ്പഴൊന്നും മേടിച്ചു തന്നിട്ടില്ല. അവിടെ ഒരു കിച്ചു തിന്നാണ്ട് തട്ടിപ്പറിച്ചോണ്ട്. ഇതാ പറയുന്ന കാര്യം പറയാതെ എടുത്തിയാടുത്ത് വല്ലാത്തൊരു ചതിയായി പോയി. അതിന് എടുത്തു ചാടുന്ന സതിയല്ലേ? ചതിയോ? അതേതവളാടി? അതെങ്ങനെ സ്കൂളിലൊന്നും പോവാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പോട്ട് നീ രാഹുകാലത്തിന് മുമ്പ് സമരം അങ്ങ് തുടങ്ങ. രാഹുകാലൊക്കെ നോക്കാൻ എന്തുവാ? 28 കേട്ടുവല്ലോ. അല്ല എന്റെ 16 അടിയന്തരം ഒന്ന് തുടങ്ങടി. തുടങ്ങാം. അയ്യോ, നോട്ടുമാല മതിയായിരുന്നു. ഇവിടെ 10 രൂപയ്ക്ക് ചായ കുടിക്കാൻ പൈസ ഇല്ല, അപ്പോഴും നിനക്ക് നോട്ടുമാല തന്നെ വേണം വല്യോടി. 2000 നോട്ടൊന്ന് തൊട്ടിട്ട് ചത്താലും മതിയായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ 2000 നോട്ട് ട്രാൻസ്ഫോമർ അല്ലേ തൊട്ടേച്ച് ചാവാന്. അതൊക്കെ പോട്ട്. ആ മുതലാളി ഗെയിനടുത്ത് എത്തുമ്പോഴേ നീ നിന്റെ പ്രസംഗം തുടങ്ങിയിരിക്കണം. അത് കടകഠോരമായ വാക്കുകൾ ഉപയോഗിച്ച് നീ പ്രസംഗിക്കാവൂ. അത് കേട്ട് അങ്ങനെ ചെവി പൊട്ടിക്കണം. നീ ഒരു ബോംബിട്ട് പൊട്ടിച്ചാലോ? മുതലാളി തുടങ്ങിക്കോ. ബഹുമാനപ്പെട്ട മുതലാളി സുഹൃത്തുക്കളെ, അല്ലല്ല, ബഹുമാനപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ഈ പാവം പിടിച്ച 2 തൊഴിലാളികൾ എന്ത് തെറ്റ് ചെയ്തു? കശുവണ്ടി തല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറിയൊരു കൈയബദ്ധം. ഒരു കൈ വെച്ച് തല്ലുന്നു, ഒരു കൈ വെച്ച് തിന്നുന്നു. ഇതാണോ ഇത്ര വലിയ തെറ്റ്? വൈകിട്ട് നോക്കുമ്പോ 2-3 കിലോ ഇത് കുറയുന്നു. ഇതിനെയൊക്കെ ഒരു തെറ്റാക്കാമോ? അടുത്തതായി എനിക്ക് പ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, ഈ സമരപന്തലിന് സമീപമുള്ള സോമനന്റെ വച്ചിക്കട ഉടനെ തന്നെ അവിടുന്ന് മാറ്റണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. കാരണമുണ്ട്. ഇവിടെ ഒരു കൊച്ചു വെള്ളം ഇറങ്ങാതെ കിടക്കുമ്പോ അങ്ങനെ അവിടെ ഊട്ടയിട്ട് ഒരുന്നോടെ മുളക വെച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ന്യായമായ കാര്യമാണോ? അല്ല. അടുത്തതായി ശാരദ. ഞാനോ? എന്റെ പ്രിയമുള്ള നാട്ടുകാരെ, എന്റെ കൈ നോക്ക്. ഫ്രൈ ചെയ്ത മാതിരി ഇരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഇത് ഫ്രൈ ചെയ്തതല്ല. ആ കശുവണ്ടി ഫാക്ടറിയിൽ കഷ്ടപ്പെട്ട ഒരു തെളിവാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കറയില്ലാത്ത കശുവണ്ടി ഇറക്കി തരണമെന്ന ന്യായമായ ആവശ്യമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. അത് ന്യായമായ ആവശ്യം തന്നെയാണ്. എന്തൊരു കഷ്ടം, എന്തൊരു കഷ്ടം. കശുവണ്ടിക്കറ കണ്ടില്ലേ, ഞങ്ങളുടെ കയ്യിൽ കണ്ടില്ലേ. കശുവണ്ടിക്കറ കണ്ടില്ലേ, ഞങ്ങളുടെ കയ്യിൽ കണ്ടില്ലേ. പിരിച്ചുവിട്ടവരെ തിരിച്ചടയ്ക്കുക, എന്നെ ഇവളെ തിരിച്ചടയ്ക്കുക. എന്റെ പൊന്നോമനാണ് നമ്മളെ പണയം വെച്ചേക്കോന്ന് തിരിച്ചടയ്ക്കാനൊക്കെ പറയുന്നു. ഓ, എന്നെ എടുത്തില്ലേലും നിന്നെ ചിലപ്പം തിരിച്ചെടുക്കും. അതെന്തോ വർത്തമാനം വടി നീ പറഞ്ഞത്. എന്തൊക്കെയായാലും കൊച്ചുമുതലാളി എന്റെ ദൈവം മടി. ഇവിടെ നിന്ന് കറുത്തമ്മ കളിക്കാനേ, ഇത് ചെമ്മി ഫാക്ടറി അല്ല, രായൻ മുതലാളിയുടെ കശുവണ്ടി ഫാക്ടറിയാ. ഇന്നും തീരൂലീ സമരം, നാളെയും തീരൂലീ സമരം, ഒരു കാലത്തും തീരൂല. എന്നാ മെനകെട്ട വർത്തമാനടി ഓമന നീ പറഞ്ഞത്. 2 ദിവസം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ അതിനാണ് പൊതിച്ചോറെ കൊണ്ടുവന്നല്ലടി. അതും പോരാടി 3 ദിവസം കഴിച്ചു. നീ വളിച്ചു തുടങ്ങി. എനിക്കിനി ഇത് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ആ സുഗുവണ്ണന്റെ കശുവണ്ടി ഫാക്ടറി വിളിച്ചാൽ ഞാൻ അപ്പ പോവുകയും ചെയ്യും. നീ നോക്കിക്കോ. എനിക്ക് കശുവണ്ടി തിന്നാൻ കൊതിയാവും. നിന്റെ ഒടുക്കത്തെ തീറ്റ കാരണം ഇവിടെ ഇരിക്കേണ്ടി വന്നത്. അതെന്താ? ഞാൻ കശുവണ്ടി തിന്ന ഇറങ്ങത്തില്ല. അതുകൊണ്ടാണ് ഈ ഫാക്ടറിയിൽ ഇറക്കി വിട്ടത്. ഓർത്തോളം നീ. ദാണ്ട ഫോൺ അടിക്കുന്നു. ഇതാണ് ഈ സമയത്ത് വിളിക്കുന്നത്. ഹലോ. അയ്യോ വന്നേക്കാവേ. ഞങ്ങൾ 2 പേരും എത്തിയേക്കാം. വെച്ചോ. നമ്മളില്ലയോ സുഗുവണ്ണന്റെ കശുവണ്ടി ഫാക്ടറി ജോലിക്ക് എടുത്തുന്ന. ആണോ? ഒരു മിനിറ്റ്, എനിക്കല്ലേലും അറിയാം നീ രായണ്ണന്റെ ഫാക്ടറി മുടിഞ്ഞ് പണ്ടാരം എടുത്ത് കുത്തുവാളെ എടുത്ത് പോണേ തമ്പുരാനേ. ഇതൂടെ അങ്ങോട്ട് കളഞ്ഞ മുടി പോണേ തമ്പുരാനേ. നമുക്ക് പോവാം. ഇതൊക്കെ എന്തിനാടി? നമ്മുടെ സ്വഭാവം വെച്ചേ ഇതവിടെ ആവശ്യം വരത്തില്ലെന്ന് ആര് കണ്ട്? അല്ലയോടി? പിന്നെ അല്ലയോടി.